രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം സത്യമാണ്. ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാം? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ അതിന്റെ മെയിൻ്റെനൻസും കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ ശരിക്കും? അപ്പോ എനിക്ക് അതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്ക് അതിനെപ്പറ്റി അറിയൂല. ഓക്കെ, അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ആലോചിക്കുന്ന. ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു ബിസി ആയിട്ട് വരുന്ന ഒരാളാണ് മീഡിയ ഇതിനകത്ത്. ചിലപ്പോൾ അവർക്ക് ബേസ് എറണാകുളത്തേക്ക് മാറണമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറണമെന്നോ പക്ഷേ ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ മാറാം. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ രേണുസുതിയുടെ തന്നെ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് വിടുക, നിങ്ങളുടെ സ്വന്തം കമൻറ്റ് ഇടുക. വീഡിയോ പകുതി കണ്ടിട്ട് കമൻറ്റ് ഇടാതെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ജസ്റ്റ് രേണുസുതി തൻ്റെ വീട് ചോരുന്നതിനെ പറ്റി ഒരു കമൻറ്റൊക്കെ പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാം. കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിലൊന്നും തോന്നുന്നു വിട്ടു പറഞ്ഞു. എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുതി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും ആ ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാം? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല. കൊറേ ചാനലുകാർ നിൽക്കുമല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കോ. അപ്പൊ ഞാൻ വെള്ളം പിന്നെ ചാനലുകാരൻ പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയി പുള്ളിക്കാരിയുടെ വീട് ചോരുന്നതെല്ലാം കണ്ട് പിടിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ വന്ന് പുള്ളിക്കാരിയുടെ അടുത്ത് വന്നിട്ട് ചേച്ചിയുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത്രയും അവിടെ കൂടുന്ന വേറെ ഒരു ചാനലുകാർക്കും അറിയത്തില്ല പുള്ളിക്കാരിയുടെ വീട് ചോരുന്നുണ്ടോന്ന്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഒരുമാതിരി വിവരമുള്ള എല്ലാവർക്കും അറിയാം ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പുള്ളിക്കാരി ആ ഒരു ചോദ്യം ആ നിന്ന ആളുകളിൽ നിന്ന് തന്നെ പുള്ളിക്കാരി പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ വന്നതേ പുള്ളിക്കാരി പെട്ടെന്ന്. നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ ഒരിട സ്ഥലത്ത് വന്നു, നമ്മളോട് ഇങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആണോ എന്ന് നമ്മൾ 2 പ്രാവശ്യം കൂടെ ആലോചിച്ചിട്ടേ നമ്മൾ പറയുള്ളൂ. ഇത് ജസ്റ്റ് ചോദിച്ച് തീർന്നതിന് മുമ്പേ പുള്ളിക്കാരിയുടെ റെസ്പോൺസ് വന്നു കഴിഞ്ഞു. അപ്പം തന്നെ നമുക്കറിയാമല്ലോ പുള്ളിക്കാരി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് തന്നെയാണ് പുള്ളിക്കാരി അവിടെ നിന്നത്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കേൾക്കാം. ഇത് വലിയൊരു എന്താ പറയണ ചോർച്ചയായിരുന്നു. അത് വെറും ചാറ്റിലായ കഥയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. ഇങ്ങോട്ട് വെള്ളം വീഴുവാ. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്രത്തോളം കംപ്ലൈന്റ്. ചാറ്റിലും ചോർച്ചയാന്ന് പറയണം. ഈ ചാറ്റിൽ ഇതിപ്പോ ഒന്നും വേണ്ട, നമ്മൾ ഇരിക്കുന്ന നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു ജനൽ തുറന്നിട്ടിട്ട് മഴക്കാലത്ത് നമ്മൾ ഇരുന്നാൽ ഭയങ്കരമായിട്ട് ശക്തമായിട്ടൊക്കെ ഉള്ള നല്ല കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പെരക്കകത്തേക്ക് ചാറ്റിലടിക്കും അല്ലേ, നമ്മൾ ഹാളിൽ. ഇനി ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ട്, വരാന്തയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും എത്ര ഷീറ്റ് ഇട്ടാലും ഭയങ്കര മഴയത്ത് നല്ല കാറ്റ് വരുമ്പോൾ ചെറുതായിട്ട് ചാറ്റിലടിക്കും, സിറ്റ് ഔട്ടിലൊക്കെ വെള്ളം വീഴും. അതിനിപ്പം ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം പുള്ളിക്കാരിയുടെ വീടിന് മുകളിലേക്ക് നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ, അതായത് അവർ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. കാരണം നല്ലപോലെ വെന്റിലേറ്റ് ആവാനും അതുപോലെ ഒരു പിള്ളേരൊക്കെ ഉള്ള വീട്. അപ്പം വെട്ടമില്ലെങ്കിൽ പോലും അതിനകത്ത് നല്ല ഒരു പ്രകാശമുള്ള രീതിയിൽ പുള്ളിക്കാരി ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഹോം ടൂറൊക്കെ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു എയർ സർക്കുലേഷനൊക്കെ ഉള്ളു. അപ്പം അങ്ങനെ ഒരു എയർ സർക്കുലേഷൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ സാധാരണ എല്ലാവരും ഈ ഫർഗോള ഡിസൈനൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ള ഡിസൈനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കാറ്റടിക്കുമ്പം നല്ല മഴയുള്ളപ്പം കാറ്റടിക്കുമ്പോൾ അതിൻ്റെ അകത്തൂടെ ചാറ്റിൽ വെള്ളം തെറിച്ച് വീഴും. ഒന്നെങ്കിൽ അതിന് ഗ്ലാസ് ഇട്ടാൽ ആ പ്രോബ്ലം സോൾവ് ആണ്. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇപ്പോഴത്തെ ഇത് കൂട്ടുണ്ടല്ലോ, ഈ ചൂരലിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഇട്ടാലും അത്ര ശക്തമായിട്ടുള്ള വെള്ളമൊന്നും അടിക്കില്ല. കാരണം ഞങ്ങളുടെയൊക്കെ സിറ്റ് ഔട്ടിലാണല്ലോ നല്ല വെള്ളം അടിക്കും മഴ വരുമ്പോൾ. അത്രയും ചാറ്റിലടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളാണെങ്കിലും ആ ചൂരലിന് ആ താത്തിടുന്നൊരു ഇതുണ്ടല്ലോ ഷെയ്ഡ് പോലെ, അതാണ് ഇട്ടിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഇറച്ചിലൊന്നും അതിലേക്ക് അടിക്കുകയില്ല.
ഇങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് ആണ്, ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി, ഇത്രയും വിലമതിക്കുന്ന നല്ല ഒരു കാര്യം, ഇത്രയേറെ ആളുകളുടെ എത്രയോ മാത്രം ആളുകളുടെ എഫേർട്ടാണ്, അത്രയും കഷ്ടപ്പെട്ട് അവർക്ക് അത്രയും നല്ലൊരു കാര്യം ചെയ്ത് കൊടുത്തപ്പോൾ അത് അത്രയും ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിന് അവർ ഇതുപോലെ പറയുകയല്ല ചെയ്യേണ്ടത്. അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ്. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അല്ല ഇപ്പൊ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. പക്ഷേ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറാൻ അവർ പ്ലാൻ ചെയ്തിട്ടറിയാം. അവർ ഒത്തിരി ബിസി ആയിട്ട് വരുന്ന ഒരാളാണ് മീഡിയ ഇതിനകത്ത്. ചിലപ്പോൾ അവർക്ക് ബേസ് എറണാകുളത്തേക്ക് മാറണമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറണമെന്നോ പക്ഷേ ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ മാറാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഞങ്ങളാരും അവരോട് അവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നോ മാറണമെന്നോ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഞങ്ങൾക്ക് ഫിറോസിക്ക പറയുന്നത് കേട്ടു. അവർ ഒരു വളർന്നു വരുന്ന ഒരു സ്റ്റാറാണ്. സത്യമാണ്, കുറേ ആൽബംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരിക്ക് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ബിസി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫെയിമായി വരുന്നുണ്ട്. സോ പുള്ളിക്കാരിക്ക് താല്പര്യം കാണും ഇച്ചിരിയും കൂടെ ടൗൺ ഏരിയയിലേക്ക്, അതായത് പുള്ളിക്കാരിക്ക് പോകാനും വരാനും വീട്ടിൽ വരാനുള്ള സൗകര്യത്തിനും, അതായത് കൂടുതലായിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരിക്ക് വരുമ്പോഴും എറണാകുളം സൈഡോ അങ്ങനെ എവിടെയെങ്കിലും, അപ്പം ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തോ ഒക്കെ റെൻറ്റിന് മാറി താമസിക്കാൻ ഉള്ള താല്പര്യം പുള്ളിക്കാരിക്ക് ഉറപ്പായിട്ടും കാണും. മേ ബി അത് കാരണമായിരിക്കാം പുള്ളിക്കാരി ഇപ്പം ഇങ്ങനെയുള്ള കുറേ പ്രസ്താവനകൾ ഇറക്കുന്നത്. അതിനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റും. അതുപോലെ പിന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫിറോസിക്ക ഇവരുടെ വീട് പൊളിച്ച് കളയും, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് തല്ലി ഇളക്കി പറിച്ച് കളയും എന്നൊക്കെ കുറേ ഡയലോഗ്, അതായത് പുള്ളി അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ ഇപ്പം പുള്ളിക്കാരി പറയുന്ന രീതി, വേറെ ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ ആരോ പറഞ്ഞ് പപ്പയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഫിറോസിക്ക പറയുന്നതും പുള്ളിക്കാരി പറയണതും നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണയാവും ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തുവാന്ന്. ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത്, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസിക്ക പറഞ്ഞെന്നാണ് ഒരാൾ എൻ്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുമെന്ന് പറഞ്ഞു. അതൊന്നും ഹ്യൂമൻ ബീയിങ് ആരാനും ഇറിറ്റേറ്റഡ് ആയി പോകും, ആരാനും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വീട് നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ചേട്ടൻ അത് ഞങ്ങളെടുത്ത് പറ, ആ വീട് ഞങ്ങൾ പൊളിച്ച് അവിടുന്ന് മാറ്റി തരാൻ എന്നിട്ട് നിങ്ങൾ വേറെ വീട് ഉണ്ടാക്കിക്കോ. ഇതടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ തെറ്റായ രീതിയിൽ ഞാൻ വീട് ഇടിച്ചു പൊളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞത് തികച്ചും സ്വാഭാവികമാണ്. കുറേയൊക്കെ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കതുപോലെ നമുക്ക് ദേഷ്യമോ വിഷമോ ഒക്കെ വരും. അപ്പം ചിലപ്പം പുള്ളിയും പറഞ്ഞിട്ട് കാണും ഇതിലും നല്ലൊരു വീട് വെച്ച്, പക്ഷെ പുള്ളി ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുന്നോ. അതുപോലെ രേണുസുതി പറയണത് നമ്മളും കേട്ടതാണ്. ആരാ പറഞ്ഞത്? അച്ഛൻ്റെ അടുത്ത് ആരോ പറഞ്ഞു എന്നാണ് പുള്ളിക്കാരി പറയണേ. എന്നാൽ ആരാണ് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ആളെ പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഇതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒരു വീട് നമുക്ക് കിട്ടിയാൽ, ഒരു നല്ലൊരു വീട് നമ്മുടെ കയ്യിലാണെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വീട് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ വീട് എപ്പോഴും നല്ല രീതിയിൽ കിടക്കുള്ളൂ. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ എങ്ങനെ അടിക്കും നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഒരു വീട്, നമ്മൾ ആരാണെങ്കിലും ഒരു വീട് വാങ്ങിച്ചു, ആ വീടെല്ലാം അളിച്ച് വാരി തൂറി വാരി വെച്ചാൽ തുണി അതിലെ അടുത്തത് ഇവിടെ, അങ്ങനെ നമ്മൾ ആരെങ്കിലും വിടുമോ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു നീറ്റ് ആൻഡ് ടൈഡി എന്നൊന്നും വേണ്ട, ഈ പണ്ടത്തെ കാർന്നോമാർ പറയും നമ്മുടെ വീടും പെരയൊക്കെ എപ്പോഴും
എന്താ പറയുക, നല്ല വൃത്തിക്കും വെടുപ്പായിട്ടും ഒക്കെ ഇടണം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ വീട്ടിൽ ചേട്ട കയറുന്നത്, അതായത് എന്താ മൂദേവി കയറി കൂടിയിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേൾക്കാം. സത്യം പറഞ്ഞാൽ അത് കറക്റ്റ് അല്ലേ? നമ്മളിപ്പം നമ്മൾ കിടക്കുന്ന ഒരു ബെഡ്റൂം, ആ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഹോളിലേക്ക് നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് തോന്നും? കുറച്ച് നേരം അവിടെ ഇരിക്കാനും ഒരാൾ കയറി ചെന്നാൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിനൊരു പ്രസൻസ് തോന്നും. ഇത് ആ വീടും വരെ കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു അസഹനീയത തോന്നും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു വീഡിയോ ഇട്ടു. അന്നേരം ഇപ്പം ഈ പുള്ളിക്കാരുടെ വീട് കിടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പം എൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അത് അവരുടെ ഇഷ്ടം, അവരെങ്ങനെയാന്നാ കിടക്കട്ടെ, എന്താ ഞാനും എൻ്റെ വീട്ടിലെ സാധനങ്ങൾ ഇതുപോലെ കൊണ്ടക്കട്ടെ. എൻ്റെ ചേട്ടാ, മഴയും ഇതുപോലെയുള്ള കാലഘട്ടമൊക്കെ, മഴയൊക്കെ പെയ്യുമ്പം ഇതൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പാമ്പും ഇതൊക്കെ കയറിയിരിക്കുകയല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും നമ്മുടെ വീട് ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ഇട്ടാൽ ആ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഏറ്റവും ബാഡായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരുള്ളൂ. പക്ഷെ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ്നെസ് കൊണ്ടുവരുമെന്നറിയാം. അപ്പം അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഇടാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 3 കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് ഈ വീട്ടിലിരിക്കുന്നത്. എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും മാക്സിമം വീടും പെരയും എപ്പോഴും ക്ലീൻ ആക്കി ഇടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു പിള്ളേരാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ നിലത്തൊരു 100 പ്രാവശ്യം ഇടും. എനിക്കറിയില്ല, ഞാനൊരു പ്രാവശ്യം എൻ്റെ വീട് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 പ്രാവശ്യമൊന്നുമില്ല, 8-10 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ തൂത്ത് തുടയ്ക്കേണ്ടി വരും. കാരണം പിള്ളേരെ ഓരോ പ്രാവശ്യം ചെറിയ കഴിക്കുമ്പോൾ ഇതിലെല്ലാം പൊടിച്ചിടും. കാരണം കുഞ്ഞുങ്ങളാണ്, അതുങ്ങൾ കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുങ്ങൾ ഒത്തിരിയേറെ നിരത്തും. അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്തും പെറുക്കിയും അതുപോലെ എനിക്കും വർക്കുണ്ട്. അതുപോലെ പലരും എന്നോട് ചോദിച്ചത് കാര്യമുണ്ട്, നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ, അവരെങ്ങനെയാലും ഇടട്ടെ. ഞാൻ ഇപ്പം പുള്ളിക്കാർ ചോദിക്കുന്നല്ലേ, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ആര് നോക്കുമെന്ന്. ഞാൻ ആരോടും എൻ്റെ മക്കളെ ഒന്നും നോക്കാൻ പറയില്ല കേട്ടോ. എൻ്റെ മക്കൾ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയോൻ ജോലിക്ക് പോകുന്നുണ്ട്, കെട്ടിയോൻ എനിക്കുള്ളത് കൊണ്ട് തരുന്നുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വേറെ ഒരു രീതിയിലേക്ക് പോവണ്ട. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അപ്പം നമുക്കൊരു വീട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നമുക്ക് തന്നാൽ നമ്മുടെ ആ വീടിന് ഒത്തിരിയേറെ മെയിൻ്റനൻസ് വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലീനായിട്ട് ഇടുമ്പം നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇതുപോലെ ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളി തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചെറിയ മെയിൻ്റനൻസ് വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇവരോട്, അവിടെ അടുത്തുള്ള, അതായത് ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരണ്ടേ, നിങ്ങൾക്ക് അടുത്ത് ഒരു എളുപ്പത്തിൽ കിട്ടുന്ന ഒരാളെ വിളിച്ച് നിങ്ങൾക്ക്. ശരിയാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇച്ചിരി ദൂരെ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഒരാൾ ട്രാവൽ ചെയ്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതുപോലെ എക്സ്പെൻസ് ഉണ്ട്. നേരെ തിരിച്ച് അതിൻ്റെ 4-1 പൈസ ആവില്ലേ ഇവർക്ക് അടുത്ത് എവിടെയെങ്കിലും. ഇത്രയും നല്ലൊരു വീട് വെച്ചു നമുക്ക് കൊടുത്തു. നമ്മളാണെങ്കിലും അതെ, സ്വന്തമായിട്ടൊരു വീട് വെച്ചാൽ പോലും ആ വീടിന് ചെറിയ മെയിൻ്റനൻസ് ഇടയ്ക്കൊക്കെ വരും. അപ്പം ഇതൊക്കെ ഇരുന്നാലും കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഇരിക്കും. ഇപ്പം പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിൽ നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ കളർ പെൻസിലൊക്കെ കിട്ടുമ്പോൾ അത്തെ കൊണ്ട് കുത്തി വരയ്ക്കുക, ഇതൊക്കെ സ്വാഭാവിക. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ പാരൻസ് ഒക്കെ ഇരിക്കുന്നിടത്ത് നമ്മളത് കുറേയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെയൊക്കെ ഒത്തിരിയേറെ ശതമാനം നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം, നമുക്കത് അങ്ങനെ ഇടണം എന്നുള്ള ഒരു തോന്നൽ. പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൻ്റെ. അതിൻ്റെ അകത്ത് പുള്ളി പാടൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ ഫിറോസിക്ക തന്നെ പറയുന്നുണ്ട്, പുള്ളി വീട് പണിഞ്ഞപ്പോൾ ആ വീട് നനയ്ക്കാവും, ഇത്രയും ഇല്ലെങ്കിൽ ഇത്ര ഒരാളെ നിർത്തി നനപ്പിക്കണം, അങ്ങനെ ഉള്ള ഒരു വീഡിയോ പുള്ളി പറയുന്നുണ്ട്. അന്നേരപ്പം ഈ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞെന്നാണ് പറയുന്നത്, പുള്ളിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്, അതുകൊണ്ട് പുള്ളിക്ക് അത്രയും നിന്ന് വെള്ളം നനയ്ക്കാൻ പറ്റില്ല. ഓക്കെ, പുള്ളിക്ക് അത്രയും വയ്യാത്ത ഒരാളാണ്, ഓക്കെ ഫൈൻ, പുള്ളി ചെയ്തില്ല, അത് ഓക്കെ ആയിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെയുള്ള ഒരാളുടെ നെഞ്ചിലേക്ക് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഫാൻ വീണിട്ട് ആ പുള്ളിക്ക് എന്താ ഒന്നും സംഭവിക്കാത്ത മീൻസ് മരിച്ചു പോകാത്തതൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരാളുടെ അത്രയും വയ്യാത്ത ഒരാളുടെ ചങ്കിലേക്ക്
ഒരു ഫാൻ വീണിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും ആ പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആവും. അങ്ങനെ ഒരാൾ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ന്യൂസ് ആകില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എസ്പെഷ്യലി രേണുസുധിയെ പോലെ ഇപ്പം ഇത്രയേറെ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്ന ഒരാളുടെ അച്ഛൻ, അതായത് ഇതുപോലെ ഒരു വീട് എല്ലാവരും കൂടി നിർമ്മിച്ച് നൽകിയിട്ട് ഇങ്ങനെ ഒരു കേസ് കേട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഈ കാര്യം ആ സ്പോട്ടിൽ തന്നെ ന്യൂസ് ആകും. അതുമാത്രമല്ല, ആ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ചാനലുകാർ മാത്രമല്ല, ന്യൂസ് ചാനലുകാർ തൊട്ട് സർവരും അവിടെ കാണും അല്ലേ? അത് ഉറപ്പാണ്, അത് അങ്ങനെ തന്നെ ആകുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ചങ്കി വീണു, ഇങ്ങനെ മുറിഞ്ഞു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഈ വാഷ് ബേസിൻ വീണ കേസ് കേട്ടും പുള്ളി പറയുന്നുണ്ട്. വാഷ് ബേസിനൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും പിടിപ്പിക്കും പറയാം, അത്രയും സ്ട്രോങ് ആയിട്ടാണ് വാഷ് ബേസിനൊക്കെ പിടിപ്പിക്കുന്നത്. അപ്പം അതിന് അത്രയും ഫോഴ്സ് കൊടുത്തെങ്കിലാണ് അത് ഇടിഞ്ഞ് താഴേക്ക് വീഴുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെ ഇരുന്നാലും നമുക്ക് കിട്ടിയ ഒരു വീട് ചെറിയ ചെറിയ മിനൻസ് ഒക്കെ വന്നാൽ അത് നോക്കേണ്ടതും അത് മാക്സിമം ക്ലീനായിട്ട് ഇടേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതല്ലാതെ വേറെ ആരും വന്ന് നമുക്കത് ചെയ്ത് തരത്തില്ല. അല്ല, ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ശരി? അതെനിക്ക് അറിയില്ല ഇതിനെ പറ്റി പറയാൻ. ഈ സർട്ടിഫിക്കറ്റ് അത് കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ കുറെ പാവം നമ്മുടെ രേണു ചേച്ചി സ്വന്തം വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെ പുള്ളിക്കാരിക്ക് അറിയത്തില്ല. പപ്പ ഇപ്പോഴാണ് പുള്ളിക്കാരിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്. അതുപോലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഇതിനെയൊന്നും പറ്റി പുള്ളിക്കാരിക്ക് യാതൊരു ധാരണയുമില്ല. ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല, നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞു, അല്ലാതെ അവര് ചെയ്യണോന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങളാരും. അമരക്കാരനായിട്ടുള്ള ആള് സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ചെയ്യണോന്നാണ് വോയിസ് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതെല്ലാം. പിന്നെ ഫിറോസിക്ക ഗണിച്ചറിഞ്ഞു ചേച്ചിക്ക് അവിടെ രേണുസുധിയുടെ വീട്ടിൽ അവർക്കൊരു വർക്ക് ഏരിയ വേണം, അവർക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഇതിനെ ചുറ്റിപ്പറ്റിയ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞെന്നാൽ ഒരു ലൈവ് ഇട്ടേക്കാം, അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തേക്കാം എന്നൊക്കെ പുള്ളി അങ്ങ് വിചാരിച്ചു. അല്ലാതെ ചേച്ചി പറഞ്ഞുമില്ല, ചോദിച്ചുമില്ല, പുള്ളി അങ്ങ് മനസ്സിൽ വിചാരിച്ചു. അപ്പോഴത്തേനും ചേച്ചി അങ്ങ് മനസ്സിൽ വിചാരിച്ചു, ഞങ്ങളൊരു വർക്ക് ഏരിയ പിടിക്കണം, പൈസയാകുമ്പം നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ പിടിക്കണമെന്ന് നമ്മളെല്ലാവരും അങ്ങ് അച്ഛനും ചേച്ചിയെല്ലാം അങ്ങ് മനസ്സിൽ വിചാരിച്ചു കഴിയുകയും ചെയ്തു. എന്ത് ചെയ്യാനല്ലേ? കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും. എനിക്ക് അങ്ങനെയില്ല. ഇല്ല, കാരണം ചോരുന്നുണ്ടെന്ന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചോരുന്നുണ്ട്, മഴ പെയ്തപ്പോ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട് ഇത് പറഞ്ഞു. സത്യമാണ്. ശരിക്കും ആള് തന്നെ പറഞ്ഞൊരു അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ഇവിടെ ഒന്ന് ഏകദേശം 5ാമത്തെ വീടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും. ഞാൻ പറയട്ടെ, 24കാരാണ് വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസിക്ക തന്നെയാണ് 24 ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഫിറോസിക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായം ഇവർക്ക് ചെയ്ത് കൊടുക്കാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച് കാണുകയില്ല ഇതുപോലെ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ ഇതുപോലെ കുറേ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വരുമെന്ന് ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ട് കാണില്ല. അങ്ങേരെ ഓർത്ത് കാണും 2 കുഞ്ഞുങ്ങളാണ്, അതുങ്ങൾക്കൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ആ കുഞ്ഞിക്കൊച്ചിന് ഇത്ര അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച ആ മനുഷ്യൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തതാണ്. പക്ഷേ അത് അങ്ങേർക്ക് തന്നെ വിനയായി എന്നുള്ള രീതിക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ.